താങ്കൾ പറഞ്ഞതുപോലെ പലപ്പോഴും ദേഷ്യം കൂടുകയും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തിരുന്നു ജാൻമണി ആ പ്ലാറ്റ്ഫോമിൽ, ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ. പുറത്തേക്ക് വരുമ്പോൾ രഞ്ജിനി ഹരിദാസ്, ഞാൻ വളരെ നോട്ട് ചെയ്തൊരു പ്രതികരണമായിരുന്നു. രഞ്ജിനി ഹരിദാസ് ഈ നമ്മുടെ ബിസിനസ് ക്ലാസ്സിനെ കുറിച്ച് ജാൻമണി പറയുന്ന ഒരു പ്രതികരണം, ഞാൻ ഒരുപാട് എന്നെക്കുറിച്ച് അറിയില്ല, ഞാൻ ജാൻമണി ദാസാണ്, ഞാൻ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വനിതയാണെന്ന് പറയുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു. ആ ബൈറ്റ് വളരെയധികം വൈറലായ ഒരു ബൈറ്റാണ്. ആ ബൈറ്റിനെ കുറിച്ച് രഞ്ജിനി ഹരിദാസിനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രഞ്ജിനിയുടെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ പോലും പലപ്പോഴും ബിസിനസ് ക്ലാസ്സിലല്ല പോകാറ് എന്ന ഒരു പ്രതികരണം. അത് എനിക്ക് പേഴ്സണലി അത് എന്താണ് അങ്ങനെ എന്നൊരു തോന്നലുണ്ടായി. അദ്രജയ്ക്ക് അത് കണ്ടിരുന്നോ? എന്താണ് അതിനോടുള്ളൊരു പ്രതികരണം? ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രിവിലേജ്. കാശുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാം എന്നുള്ളതാണ്. ഈവൻ ഞാൻ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാശുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഒരു പ്രോഗ്രാമിന് പോകുന്നു, ആ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നവർക്ക് നമ്മുടെ ബിസിനസ് ക്ലാസ്സിന് ഇത് ചെയ്യാൻ ഉള്ള സ്പോൺസർ ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടോ, അവർ ചെയ്യും. ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രിവിലേജ് അല്ല. എന്താണ് പ്രിവിലേജ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു മഹത്വം എന്ന് ഞാൻ ചോദിച്ചാൽ, എനിക്ക് മറ്റൊരാൾ തരുന്ന മഹത്വമാണ്. അതായത് ഇപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവട്ടെ, എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ, എൻ്റെ കൂടെ നിൽക്കുന്നവർ എന്നെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവിടെ ഞാനിനിപ്പോൾ എന്താണ് പ്രസിഡൻ്റ് ആണെന്ന് പറഞ്ഞാലും അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. സോ രഞ്ജിനി ഹരിദാസ് പറഞ്ഞതായാലും ജാൻമണി ദാസ് പറഞ്ഞതായാലും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതൊക്കെ ഒരു നമ്മൾ ഈ ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒരു വേറൊരു തരമായിട്ട് പറയും. എന്നുവെച്ചാൽ ഞാൻ എന്തോ പ്രിവിലേജ്ഡ് ആണ് എന്ന ഒരു, അങ്ങനെ ഈ സമൂഹത്തിൽ ആർക്കും യാതൊരുവിധ പ്രത്യേക പ്രിവിലേജും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു തെറ്റ് ചെയ്താൽ നിയമത്തിൻ്റെ മുന്നിൽ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയും എക്കണോമി ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന വ്യക്തിയായാലും സൈക്കിളിൽ പോകുന്ന വ്യക്തിയായാലും റോഡിലൂടെ നടന്നു പോകുന്ന വ്യക്തിയായാലും സമന്മാരാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നിയമത്തിൻ്റെയൊക്കെ മുന്നിൽ സമന്മാരാണ്. അപ്പോൾ അവിടെ ഈ ഇത്തരം പ്രിവിലേജ് വാക്കുകൾ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നതിനോട് തീർച്ചയായും വിയോജിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു നൃത്തം.